ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. ഇന്നെനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനിന്ന് ഒരു കാര്യമുണ്ടായിരുന്നു. എനിക്കിന്ന് രാവിലെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേരള കൗമുദിയുടെ. അവരൊരു പരിപാടി വനിതാ ശാക്തീകരണം എന്ന് പറഞ്ഞൊരു പരിപാടി എന്തോ ഒരു സംഘടിപ്പിക്കുന്നുണ്ട്. അത് 24-ാം തീയതിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിൽ ഞാനും ഒരു ഭാഗമാകുന്നുണ്ട്. എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് കുറേ കമൻ്റ് എൻ്റെ വാട്സപ്പിൽ കിടക്കുന്നത്. അവർ ചെയ്തൊരു വീഡിയോയ്ക്ക് സിംഗിൾ ബോബനാണോ അതിൻ്റെ താഴെയും വന്ന് പറയുന്നത്. പിന്നെ സിംഗിൾ ബോബനെ പറ്റിയാണോ അവർ പറയുന്നത് നമ്മുടെ എനിക്ക് കമൻറ്റ് വന്നിരിക്കുന്നത്. ചക്കരകളെ, അത് അവർ നേരത്തെ ഉള്ള അവരുടെ ചെറുപ്പകാലത്ത് ഉള്ള കാര്യമാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനവരെ 2015-ലാണ് പരിചയപ്പെടുന്നത്. പിന്നത്തെ ഒരു കാര്യം, ഞാൻ പണ്ടിച്ചിരി ദുരിതവും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അതായത് പക്കയായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ അവരൊരു കഥ പറഞ്ഞതുകൊണ്ട് അതിനോട് എന്നെ നിങ്ങൾ ആ സംഭവത്തോട് എന്നെ ഇമാജിൻ ചെയ്ത് നോക്കണ്ട. കാരണം ഞാൻ അവരുമായിട്ട് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ഇല്ല കേട്ടോ. ഞാൻ അവർക്ക് ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ഞാൻ അപരൻ കളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതുപോലും അവർക്ക് ഉപകാരം ചെയ്തേ കൊടുത്തിട്ടുണ്ട്. അവർക്ക് 10 രൂപ വരവനെ കിട്ടുന്ന കിട്ടിക്കോട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അവർ മുൻകാലത്ത് ചിട്ടി, ബ്ലേഡിന് കൊടുക്കലും ചിട്ടി അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ചെയ്താണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവർ സാമ്പത്തികമുള്ളവരായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ സാമ്പത്തികത്തിൻ്റെ ഇതൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴാണ് അവർ ഒന്ന് താഴ്ത്തോട്ട് ആയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ ശരിയായി വരുന്നുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവർ രക്ഷപ്പെടട്ടെ. അവർ പറഞ്ഞ കാര്യവും അവർ ചെയ്ത വീഡിയോയുടെ താഴെ സിംഗിൾ ബോബനാണോ എന്ന് കമൻ്റ് ഇട്ടവരോട് എന്താ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വല്ല ഉപദ്രവം ചെയ്തിട്ടില്ല, വല്ല ശത്രുത നിങ്ങൾക്ക് എന്നോടുണ്ടോ? അപവാദം പ്രചരിപ്പിക്കരുത്. അപ്പോൾ അതിനകത്തല്ല അവർ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നല്ലത്. അതവരേതോ ക്രിസ്ത്യൻ സ്ത്രീയാണ് അവരോട് ഇത് കാണിച്ചത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ചേച്ചി അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്, അത് പണ്ടത്തെയാണ്, അവർ മരിച്ചുപോയി. അതിപ്പോൾ ഒരു വീഡിയോ ഒന്നും ഇല്ലാട്ടോ, ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സിജി എന്ന് പറഞ്ഞ് എന്നെ സിജി എന്നാണ് അവർ വിളിക്കുന്നത്. എനിക്ക് സത്യത്തിൽ ചിരി വന്നുപോയി. അതിനോട് ഉടനെ സിംഗിൾ ബോബനെ ആലപ്പുഴ നാട്ടിൽ എന്നെ സഹായിക്കാനും ഇന്നും സഹായിക്കുന്ന നല്ല പ്രബലരായ സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ സഹായം കൊണ്ട് ഞാൻ ഒരു ഗത്യന്തരമില്ലാത്തൊരു കാലഘട്ടത്ത് എനിക്ക് എൻ്റെ നാട് വിട്ട് പുറത്തോട്ട് പോകേണ്ടൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. എൻ്റെ നാട്ടിലും അയൽവക്കത്തും സുഹൃത്തുക്കളുടെ ബന്ധുക്കളും എന്നെ സഹായിച്ചിട്ടേ ഇല്ല. സുഹൃത്തുക്കൾ അവിടെ ആരപ്പോഴുള്ള സുഹൃത്തുക്കൾ എന്നെ നന്നായി സഹായിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളവർ ഉണ്ട് കേട്ടോ. താമരേനൊന്നും അന്ന് എനിക്ക് പരിചയം പോലും ഇല്ല. അത് പിന്നെ അയൽക്കൂട്ടത്തിലും ചിട്ടിയിലും ഒന്നും ഞാൻ ചേർന്നിട്ടില്ല. കാരണം എനിക്കന്ന് സ്ഥിരവരുമാനം ഇല്ലാത്തത് കൊണ്ട്. സ്ഥിരവരുമാനമുള്ള ചിട്ടിയിലൊക്കെ ചേരാൻ പറ്റത്തുള്ളൂ. ഇന്നെനിക്ക് ചിട്ടിയൊക്കെ ഇന്ന് KSF-ലും അല്ലാതെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഓരോരുത്തർ ചിട്ടി ചോദിച്ചാലൊക്കെ അവർക്ക് എനിക്ക് 10 രൂപ കിട്ടുന്നത് ഞാൻ മാത്രം തുണി എടുത്തു അങ്ങനെയൊക്കെ കളയുന്ന ഒരു ചിട്ടി ചേർന്നേക്കാം. അതുകൊണ്ട് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞാൽ ചിട്ടി ചേരാറുണ്ട്. അപ്പം ഞാൻ തന്നെ ചിട്ടി നടത്താറുണ്ട്. അപ്പം അന്ന് അവരെ ആരോ പറ്റിച്ച കാര്യം അവർ പറഞ്ഞ് അവരെ പറ്റിച്ചതല്ല, അവരുടെ പേരിൽ ചിട്ടി ചേരും അങ്ങനെ എന്തോ ചെയ്തെന്ന് അത് നമുക്കറിയേണ്ട കാര്യമില്ല. അത് ഞാനാണോ എന്ന് ചോദിക്കുന്നു. അത് തെറ്റായ ചോദ്യമാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ പഴയ കാലഘട്ടങ്ങളെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സത്യസന്ധമായി ഒരു നാണവും മടിയും കൂടാതെ പറഞ്ഞു തന്നത് എന്നെപ്പോലെ ജീവിത പ്രാരാബ്ധങ്ങൾ കിടക്കുന്നവർക്ക് ഒരു പ്രചോദനമാകാൻ എൻ്റെ വീഡിയോ സ്വന്തം ജീവിതാനുഭവങ്ങൾ മുന്നിലേക്ക് പറഞ്ഞു തന്നാണ് ഞാനിവിടം വരെ എത്തിയത്. വളരെ കഷ്ടപ്പെട്ട് ചക്കരകളെ ഞാനിവിടം വരെ എത്താൻ വേണ്ടിയിട്ട് ഈ 1 ലക്ഷമൊക്കെ ഒന്ന് കവിഞ്ഞ് കിട്ടാനും. ഇപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബ് ചെയ്തവരല്ല എൻ്റെ വീഡിയോ കാണുന്നത്, അല്ലാത്ത അനേകം പേരാണ് എൻ്റെ വീഡിയോ കാണുന്നത്. ഒരു ദിവസം എനിക്ക് എങ്ങനെ പോലും 1 ലക്ഷം 2 ലക്ഷം പേര് എൻ്റെ വീഡിയോ 1 ലക്ഷം പേര് 2 ലക്ഷം പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. 2 ലക്ഷം പേര് അടുത്ത് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഒരിക്കൽ പോലും സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കത്തില്ല കാണുന്നത്. അവർ കാണണമെന്നില്ല, മനസ്സിലായ? അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ദയവായി അവരുടെ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കുക. ഞാനൊരു മനുഷ്യനെ അനുകരിക്കാത്ത സ്ത്രീയാണ്. ഒരു യൂട്യൂബറുടെ സപ്പോർട്ടോടുകൂടി വന്നവളല്ല ഞാൻ സിംഗിളായിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. എൻ്റെ കഴിവുകൾ, എൻ്റെ സ്വന്തം കഥകൾ, എൻ്റെ ജീവിതാനുഭവങ്ങൾ, അനുഭവ സമ്പത്ത് നിങ്ങളുടെ മുമ്പിൽ വിളമ്പിയാണ് ഞാൻ സത്യം പറഞ്ഞ ഇവിടം വരെ എത്തിയത്. ഒരാളുടെയും വീഡിയോ കണ്ട് അനുകരിക്കത്തില്ല. ഒരാളെപ്പോലെ ഞാൻ ആകാൻ ശ്രമിച്ചിട്ടില്ല. ഞാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.
എന്താണ് എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ എന്നെപ്പറ്റി അവർ പറയുന്നത് എന്നെപ്പറ്റിയാണോ എന്നൊരു സംശയം തോന്നേണ്ട ഒരു കാര്യമില്ല. പിന്നൊരു കാര്യം, ഇതിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരേണ്ട കാര്യമില്ലെന്ന് നിങ്ങൾ പറയും. പക്ഷേ എനിക്കങ്ങനല്ല, എനിക്ക് ക്ലാരിഫിക്കേഷൻ അപ്പം തന്നെ. ഒരു കാര്യം വെച്ച് കിടന്നാൽ എനിക്ക് ഉറക്കം പറ്റില്ല. എനിക്ക് അപ്പം തന്നെ എൻ്റെ പിക്ചർ ക്ലിയർ ചെയ്തിരിക്കണം. ഞാൻ അങ്ങനെയാണ്, ഈ ക്യാരക്ടറായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെയാണ്, എന്ത് കണ്ടാലും അപ്പം തന്നെ അത് ക്ലിയർ ആക്കും ഞാൻ, എന്നിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായ? അപ്പോൾ പിന്നെ അതിനകത്ത് ഭക്തിയുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനാണോ എന്നൊരു ഡൗട്ട്. ഞാനല്ല കേട്ടോ. അതങ്ങ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ചമ്മി സിംഗിൾ ബോബൻ അങ്ങനത്തെ കേസ് എടുക്കത്തില്ല കേട്ടോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സിംഗിൾ ബോബന് നിങ്ങൾ എന്താ അവരുടെ പേര് പത്മജയെന്ന്, താമരയെന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. അവരെ താമരയെന്ന് ഞാൻ ഇട്ടൊരു പേരാണ്. നിങ്ങൾ വിളിച്ച് ചോദിച്ചോ കേട്ടോ. ഈ സൈസൊന്നും ഞാൻ എടുക്കത്തില്ല. ആ പേരിൻ്റെ കൂടെ അവർ പറഞ്ഞ അവരെൻ്റെ പേര് കൂടെ കൂട്ടി ഈ എന്നെ ഒക്കില്ലേ. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരു യൂട്യൂബറിൻ്റെയും സപ്പോർട്ട് കൂടി വന്ന ആളല്ല. ഞാൻ സിംഗിളായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തവും ശക്തവുമായി ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കള്ളവും പറഞ്ഞിട്ടില്ല കേട്ടോ. കള്ളം പറഞ്ഞ് എൻ്റെ നാട്ടുകാർ കേട്ടോണ്ടിരിക്കുക. അവർ വന്ന് എൻ്റെ അടിയിൽ വന്ന് കമൻറ്റ്, ഇവൾ പറയുന്നതെല്ലാം തള്ളാണെന്ന് പറഞ്ഞ് കമൻ്റ് ഇടും. അതുകൊണ്ട് ആ പരിപാടിക്ക് സിംഗിൾ ബോബൻ നിൽക്കത്തില്ല. നേരെ വാ നേരെ പോ. കളത്തിലൊക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ എന്തെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ വേണ്ടി ടാണ്ടും ഒക്കെ കാണിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യമായിട്ട് കാര്യമായിട്ട് വല്ലവരും ചെയ്ത വീഡിയോയുടെ താഴെ വന്ന് എൻ്റെ പേര് എഴുതി പിടിപ്പിക്കണ്ട കേട്ടോ. സിംഗിളാണോ സിംഗിളല്ല കേട്ടോ. അപ്പോൾ സിംഗിളല്ലെന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ പറഞ്ഞ ആളുകൾ കാണുമ്പോൾ ആ കമൻ്റ് ഇട്ട് കൊടുത്തവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇത് പറയുന്ന ശരിക്കൊന്നും ഓർക്കാൻ പറ്റില്ല. അക്കരള എനിക്കങ്ങനെയാണ്. ഞാനൊരു സ്ത്രീയല്ലേ, എത്ര പറഞ്ഞാലും, എത്ര പുരോഗമന ചിന്താഗതി പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇത് കിടക്കും. എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഒരു കറകളും ഇല്ലാതെ മനസ്സ് ശുദ്ധമായി വെച്ച് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് പറയണം. ഇനി നിങ്ങൾ അവരോട് ഞാൻ പറഞ്ഞ് ആളുകൾ എന്നെ സംശയിക്കുന്നു. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ആളോട് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാനവരെ പരിചയപ്പെടുത്തിയത് എൻ്റെ കഷ്ടകാലത്തിലാണോ എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒരുമിച്ച് നിന്ന് സ്നേഹത്തോടെ നിന്ന് രണ്ട് വ്യക്തികൾ തമ്മിൽ എന്താ പറയുന്ന ഒരുമിച്ച് ഈ ഫീൽഡിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. മനസ്സിലായത്? നമ്മൾ തമ്മിൽ അതായത് നമ്മൾ മറ്റുള്ളവരിങ്ങനെ ചെയ്യും, നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നമ്മളെ മറ്റുള്ളവർ എനിക്ക് എന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് ക്ലിയർ ചെയ്ത് തരണം. അതെൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ ഞാൻ കാണും. ശരിയല്ലേ? അതല്ലേ ശരി? ഞാൻ ക്ലിയർ ചെയ്ത് തരണം. ഈ എന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കല്ലെറിഞ്ഞവർ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഉപകാരമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം നടന്ന കാര്യങ്ങൾ, നഗ്നസത്യങ്ങൾ ഞാൻ സത്യസന്ധമായി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെനിക്ക് കൈയടിച്ചത്. എനിക്ക് ഇന്നിവിടം വരെ എത്തിപ്പെടാൻ പറ്റിയത്. അതിൽ കലർപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടം വരെ എത്താൻ പറ്റത്തില്ല കേട്ടോ. ഒരു ജാടകളും വെക്കാതെ, ഒരു പൊങ്ങച്ചങ്ങളും പറയാതെ ഞാനിവിടം വരെ എത്തിയത്. ഇന്നെനിക്ക് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഈ യൂട്യൂബ് എന്ന സമയത്ത് ഞാൻ നല്ലൊരു ലെവലിൽ ജീവിക്കുന്ന സമയത്തല്ലേ ഞാൻ യൂട്യൂബ് ചെയ്യുന്നത്. ഒരു ഗതികേടിൻ്റെ കാലഘട്ടത്തിലല്ല ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഈ സ്ഥിതിയിൽ അങ്ങോട്ട് ജാടയിട്ട് സംസാരിക്കാമെന്ന്. ഞാൻ അങ്ങനെ ഒരു ജാട ഇട്ടല്ല. നാച്ചുറലായിട്ട് ഞാൻ അനുഭവിച്ച് വന്ന് ഇപ്പോൾ നിൽക്കുന്നൊരു പൊസിഷൻ എന്താണ്, നിങ്ങളും പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് ഓർത്തിട്ടാണ് ക്ലിയറായിട്ട് ഞാനെല്ലാം പറഞ്ഞു വന്നത്. സത്യമായിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തായി നന്നായിട്ട് അടുപ്പമുള്ള ഒരാളെ പോലെയാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. അപ്പോൾ എന്നെപ്പറ്റി അങ്ങനെ അവർ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന് സിംഗിൾ ബോബനാണോ എന്ന് ചോദിച്ചതിൽ ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ ലോകത്തിരുന്ന് എൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കും. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണ്, ഏത് നാട്ടിലിരുന്നാണ് അറിയാം. പക്ഷേ നിങ്ങൾ എഴുതുന്നൊരു കമൻ്റ് ഉണ്ടല്ലോ, എനിക്കെതിരെ മോശം കമൻറ്റ് വിടുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഞാൻ മനസ്സാവാച കർമ്മണ അറിയാത്തൊരു കാര്യമാകുമ്പോൾ എന്നെ അതെന്തുമാത്രം മനസ്സിന് മുറിവേൽപ്പിക്കും. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമല്ലാതെ ഒരു ഉപദ്രവം ചെയ്യുന്ന സ്ത്രീകൾ, നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും മനസ്സ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഉപദ്രവവും ഞാൻ ചെയ്യില്ല. സത്യം. ദൈവത്തിൽ നന്നായി വിശ്വസിക്കുകയും കർമ്മത്തിൽ നന്നായി വിശ്വസിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ് ഞാൻ. എനിക്ക് വിഷമം തോന്നി അവർ പറഞ്ഞ കാര്യവും ഇതിന് താഴെ വന്ന് സിംഗിൾ ബോബനാണോ സിംഗു ആണോ എന്നൊക്കെ ചോദിച്ചത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇത് കമൻ്റ് ഇട്ടവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്നെ ഒന്ന് ഒരു നിമിഷത്തേക്ക് ഞാനാണോ സിംഗിൾ ബോബനാണോ അവർ ചെയ്ത വീഡിയോയായിട്ട് എന്നെ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. ഞാൻ അവർക്ക് ഉപകാരമേ ചെയ്തിട്ടുള്ളൂ, ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ഇനി ഒരാൾക്കും മേലിലും ചെയ്യത്തില്ല. ഓക്കെ.